ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രദേശം, ഇത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തെക്കൻ താലൂക്കിൽ തന്നെയാണ്. പെരിയകുളം ഏലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, തലക്കുളത്തുള്ള പെരിയകുളം ഏല. അപ്പോൾ ഇത്തിരി പച്ചപ്പും ഹരിതാഭയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരുക കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ മണ്ടേ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. തലക്കുളത്ത് പെരിയകുളം ഏല ചെന്ന് കാണണം. എന്തൊരു വശ്യതയുള്ള പ്രകൃതി എന്നറിയോ. സത്യത്തിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു മണ്ണിൽ ജനിച്ച ഒരു വ്യക്തി, അദ്ദേഹം ദേശസ്നേഹം ഇല്ലാതെ ആയിപ്പോയാലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഈ തലക്കുളം. ഇവിടെ എന്തിനാണ് പോകുന്നതെന്നല്ലേ, മഹാനായ വേലുത്തമ്പി ദളവയുടെ തറവാട് കാണാൻ, വലിയ വീട് കാണാനാണ് നമ്മൾ പോകുന്നത്. കണ്ടോ? പൊതുവേ ഒരു ശ്മശാന മൂകത എങ്ങും തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇതിനകത്ത് ചെന്നാൽ. ഒരു കാലത്ത് പടയണിയും പടനിലങ്ങളും കളരികളും കുതിരപ്പന്തികളും വഴിയമ്പലങ്ങളും സർപ്പക്കാവുകളും തറവാട്ട് ക്ഷേത്രങ്ങളും യക്ഷിത്തറകളും ഉണ്ടായിരുന്ന ഈ സ്ഥലം ഇന്ന് വിജനമായിട്ടാണ് കാണപ്പെടുന്നത്. കാര്യം കൂടെ സ്പഷ്ടമായിട്ട് പറയാം. മെക്കാളെ എന്ന ബ്രിട്ടീഷ് ഗവർണർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മെക്കാളെ സാഹിബിന് വേലുത്തമ്പിയോട് വ്യക്തിവിദ്വേഷം ഇല്ലായിരുന്നെങ്കിൽ, മാർത്താണ്ഡവർമ്മയെപ്പോലെയോ രാമവർമ്മ മഹാരാജാവിനെ പോലെയോ ഉള്ള ഒരു മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ തമ്പി ജീവിച്ചിരുന്നെങ്കിൽ കേരള ചരിത്രം തികച്ചും വ്യത്യസ്തമായ രീതിയിലാകുമായിരുന്നു. ഈ ഗ്രഹത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ തലക്കുളത്ത് വേലുത്തമ്പി ദളവ ഞങ്ങളുടെ മുന്നിൽ അവതരിച്ചതായി തോന്നി. അവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ഗംഭീര നേത്രങ്ങളിൽ വളരെ നേരം തറപ്പിച്ച് നോക്കണമെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം ശക്തി വേണം. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ചിത്രത്തിൽ നമുക്ക് കാണുന്നത് വല്ലാത്തൊരു ഗംഭീരമായിട്ടുള്ളൊരു ഭാവമാണ്. ആ തേജസ്സൊറ്റ മുഖത്ത് നമുക്ക് ഒരു പ്രഭാവലയം ഉള്ളതുപോലെ തോന്നും കേട്ടോ. ഈ അകത്തളങ്ങളിൽ കെട്ടിനിൽക്കുന്ന വായുവിൽ പോലും മുൻ തലമുറകളുടെ പ്രതാപങ്ങളോടൊപ്പം നെടുവീർപ്പുകളും രോദനങ്ങളും ദീനനിശ്വാസങ്ങളും തളം കെട്ടി നിൽക്കുന്നുണ്ടാകണം. എത്ര പരേതാത്മാക്കൾ ഈ തളങ്ങളിൽ അദൃശ്യരൂപികളായി സഞ്ചരിക്കുന്നുണ്ടാകും അല്ലേ. ദളവയെ നല്ലപോലെ ചിത്രവധം ചെയ്യാൻ പറ്റാത്ത വൈരാഗ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജഡത്തിൻ്റെ കൈകാലുകൾ അരിഞ്ഞ് കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കഴുകിലേറ്റി തൃപ്തിപ്പെട്ട ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളെ സാഹിബ് യഥാർത്ഥത്തിൽ വേലുത്തമ്പി ദളവയുടെ ആത്മധൈര്യത്തിനും ദേശസ്നേഹത്തിനും മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോ കാണുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.